നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ നാവെടുത്ത് വളച്ച മന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. മന്ത്രിയെ അടപടലം പൂട്ടാൻ, തൂക്കിയെടുത്ത് അകത്തിടാൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കട്ടക്കിറങ്ങിയിരിക്കുകയാണ് കോടതി. കാരണം അത്രത്തോളം വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനയാണ് മന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. അത് വെച്ചുപൊറിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് ഇപ്പോൾ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ബി.ജെ.പി. നേതാവ് വിജയ് ഷായ്ക്ക് കുരുക്കോട് കുരുക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് മധ്യപ്രദേശ് ഹൈക്കോടതിയാണ്. മധ്യപ്രദേശ് മന്ത്രിയായ വിജയ് സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിളിച്ചത് വൻ വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതിയുടെ തിരക്കിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിജയ് ഷായെ താങ്ങി ഇനി ബി.ജെ.പിക്കാർ ആരും രംഗത്തേക്ക് വരില്ല. കാരണം അത്രത്തോളം രാജ്യവിരുദ്ധ പരാമർശമാണ് അയാളിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്കാരും ഏതാണ്ട് കൈവിട്ട മട്ടാണ്. മന്ത്രിയുടെ കസേര തെറിക്കാനുള്ള എല്ലാ വകുപ്പും ഒരുങ്ങിയിട്ടുണ്ട്. വിജയ് ഷായ്ക്കെതിരെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ മധ്യപ്രദേശ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു മന്ത്രി വിജയ് ഷായുടെ പ്രസംഗമുണ്ടായത്. ഇത് വിവാദമായതോടെ മന്ത്രി വാക്കുകൾ മയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് കാല് പിടിക്കുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തി. സോഫിയ ഖുറേഷി ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യക്ക് അഭിമാനം കൊണ്ടുവന്നു. രാജ്യത്തോടുള്ള അവരുടെ സേവനത്തിന് അവരെ അഭിവാദ്യം ചെയ്യുന്നു. സ്വപ്നത്തിൽ പോലും അവരെ അപമാനിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. എൻ്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്നാണ് പിന്നീട് ഈ മന്ത്രി പ്ലേറ്റ് മാറ്റിയത്. എന്നാൽ പ്ലേറ്റ് മാറ്റിയിട്ടും കാര്യമില്ല. മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും, മന്ത്രിസഭയിലുള്ളവർ പോലും വിജയ് ഷായെ ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുകയാണ്. മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ പ്രതിപക്ഷം വലിയ രീതിയിൽ കലിച്ച് രംഗത്തെത്തിയിരുന്നു. വിജയ് ഷായെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരണങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിന് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഇപ്പോൾ വിജയ് ഷാ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉയരുകയാണ്. കാരണം നമ്മുടെ സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു വിജയ് ഷായുടെ പ്രസ്താവനകൾ. ഇപ്പോൾ വിജയ് ഷായ്ക്കെതിരെ പാർട്ടിയും നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിവരങ്ങൾ. അതായത് കടുത്ത നടപടികൾ ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്ന്. ഭീകരരുടെ സഹോദരി എന്ന വിജയ് ഷായുടെ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രിക്കെതിരെ നടപടിക്ക് ബി.ജെ.പി. നീക്കം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിജയ് ഷായ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. വിശദീകരണത്തിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും എന്നാണ് വിവരങ്ങൾ. മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ഇപ്പോൾ വലിയ രീതിയിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആദ്യം കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയതിന് ശേഷം പിന്നീടാണ് നടപടിയെടുക്കുക എന്ന് ബി.ജെ.പി. വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രത്തോളം അധപ്പതിച്ച ഒരു പ്രസ്താവനയാണ് വിജയ് ഷാ നടത്തിയത്. ഒരു തരത്തിലും രാജ്യസ്നേഹികളായ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയല്ല അയാളിൽ നിന്നുണ്ടായത്. പ്രത്യേകിച്ച് രാജ്യം നിർണായകമായ ഒരു ഘട്ടത്തിൽ നിന്ന സമയത്ത് രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യസ്നേഹിയായ യൂണിഫോം ഇട്ട ഒരു വനിതാ സൈനികയെയാണ് അങ്ങേയറ്റം അധിക്ഷേപിച്ചത്. അതിന് മാപ്പില്ല, പൊറുക്കാൻ കഴിയുന്നതുമല്ല. ബി.ജെ.പി. കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് ബി.ജെ.പിയുടെ മുഖത്ത് കരിവാരി തേച്ചതിന് തുല്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന വിജയ് ഷായ്ക്ക് കേണൽ സോഫിയ ഖുറേഷിയെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. ഖദറിട്ട് കവലപ്രസംഗങ്ങളിൽ വാവിട്ട് വളവള പറയുന്നത് പോലെയല്ല രാജ്യസ്നേഹിയായ ഒരു സൈനികൻ അല്ലെങ്കിൽ ഒരു സൈനിക യൂണിഫോം ഇട്ട് അവർ അതിർത്തിയിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നറിയാമോ? രാജ്യം കാക്കാൻ അവർ എത്രത്തോളം ത്യാഗം സഹിക്കുന്നുണ്ട് എന്നറിയാമോ? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വിജയ് ഷായ്ക്ക് നേരെ ഉയരുകയാണ്. മാത്രമല്ല, ഈ പറയുന്ന മന്ത്രിയെ പോലെ ആരുടെയും കാല് പിടിച്ചല്ല അവർ ഇവിടെ വരെ എത്തിയത്. 2016 എക്സസൈസ് ഫോഴ്സ് 18 എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസറായി സോഫിയ ചരിത്രം സൃഷ്ടിച്ച ആളാണ്. ഇതുവരെ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ പ്രധാന രാജ്യങ്ങളുടെ സൈനിക അഭ്യാസമായിരുന്നു ഇത്.
മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെ പൂനെയിൽ നടന്ന സൈനികാഭ്യാസത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങളും ജപ്പാൻ, ചൈന, റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദക്ഷിണ കൊറിയ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികളും ഉൾപ്പെടെ 18 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത പരിപാടിയായിരുന്നു അത്. ഇതിലൊരു സംഘത്തെ നയിച്ച ഏക വനിതാ ഓഫീസറായി ലഫ്റ്റനന്റ് കേണൽ ഖുറേഷി അന്നേ വാർത്തകളിൽ ഇടം പിടിച്ചയാളാണ്. അവരുടെ നേതൃത്വ പാടവത്തിനും പ്രവർത്തന മികവിനും വലിയ തെളിവ് തന്നെയായിരുന്നു അത്. 2006 കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭ മിഷനിൽ ഉണ്ടായിരുന്നതുൾപ്പെടെ 6 വർഷത്തോളം UN പീസ് കീപ്പിംഗ് ഓപ്പറേഷനുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുജറാത്താണ് സോഫിയയുടെ ജന്മദേശം. ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ കേണൽ സോഫിയ ഖുറേഷിയുടെ മുത്തച്ഛൻ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. മെക്കനൈസ്ഡ് ഇൻഫൻട്രി ഓഫീസറാണ് ഭർത്താവ്. BJPക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിഷലിപ്തമായ പ്രസ്താവന നടത്തിയ മന്ത്രിയെ പുറത്താക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. വിവാദ പ്രസംഗത്തിനിടെ ഒപ്പമുണ്ടായിരുന്ന BJP നേതാക്കളെല്ലാം തട്ടഹസിച്ച് ചിരിക്കുകയായിരുന്നു. അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊറ്റപ്പെട്ട സംഭവമല്ല. വിക്രം മിശ്രിക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായി. S. ജയശങ്കർ ഒരു പ്രതികരണം പോലും അതിൽ നടത്തിയിട്ടില്ല. സുപ്രീം കോടതിക്കെതിരെയും RSS BJP നേതാക്കൾ നിരന്തരം പ്രസ്താവനകൾ നടത്തുന്നു. സുപ്രീം കോടതിക്കെതിരെ ഗുരുതര പരാമർശം നടത്തിയ RSS നേതാവ് J. നന്ദകുമാറിനെതിരെ കേസെടുക്കണമെന്നും ഇപ്പോൾ ഒരു കൂട്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം BJPയുടെ തിരങ്ക യാത്ര ബീഹാറിൽ എത്തിയപ്പോൾ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും രംഗത്തെത്തിയിരുന്നു. സൈന്യത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. സൈന്യത്തിന്റെ നടപടികളിൽ അഭിമാനമുണ്ടെന്നും എന്നാൽ ക്രെഡിറ്റിനായുള്ള രാഷ്ട്രീയത്തിനെതിരാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വർഗീയ വിഷം ചീറ്റിയ വിജയ് ഷായ്ക്കെതിരെ ഒന്നാന്തരം പണികളാണ് വരാൻ പോകുന്നത്. ഹൈക്കോടതി കട്ടക്കിറങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.